ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 32-ാം ഭാഗം. അമ്മേ നാരായണ. ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ 469-ാം നാമം വാമദേവി. വാമാചാരവിധിയാൽ പൂജിക്കപ്പെടുന്ന ദേവി വാമദേവി. വാമാചാരവിധി എന്നാൽ സാധാരണയായിട്ടുള്ള വേദപൂജകളിൽ നിന്ന് വ്യത്യസ്തമായി മത്സ്യം, മാംസം, മദ്യം, മൈഥുനം ഇവയടങ്ങുന്ന പൂജാവിധികളാണ് വാമാചാരവിധി. ഈ വാമാചാരവിധിയാൽ സേവിക്കപ്പെടുന്നവൾ വാമദേവി എന്ന് വിളിക്കാം. കൂടാതെ വാമദേവൻ എന്ന് വിളിക്കുന്നത് ഭഗവാൻ ശിവനെയാണ്. വാമദേവനായ ശിവൻ്റെ പത്നി എന്ന അർത്ഥത്തിൽ ദേവിയെ വാമദേവി എന്ന് വിളിക്കാം. ശിവഭഗവാന്റെ വാമഭാഗം പത്നിയായ ദേവി ലളിതാംബിക വാമദേവി. നാമം 470. വയോ അവസ്ഥ വിവർജിത. വയോ അവസ്ഥ വൃഥാവസ്ഥ, ജരാനരകൾ ബാധിക്കാത്തവൾ, ഒരിക്കലും പ്രായാധിക്യം വരാത്തവൾ, നിത്യ യൗവനയുക്തയായ ദേവി ലളിതാംബിക. ദേവിക്ക് ജനനവും മരണവും ഇല്ല എന്ന് നമ്മൾ പറയുണ്ടായി. ദേവി ഒരു ചൈതന്യ സ്വരൂപിണിയാണ്. ദേവിക്ക് ജനന മരണങ്ങളില്ല. അതുപോലെ തന്നെ വിവിധ പ്രായത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ. സാധാരണ മനുഷ്യരെ പോലെ പ്രായാധിക്യം കൊണ്ടുള്ള ജരാനരകളൊന്നും ദേവിക്ക് ബാധിക്കുകയില്ല. എല്ലായ്പ്പോഴും ചെറുപ്പമായിരിക്കുന്ന ദേവി ലളിതാംബിക. നാമം 471. സിദ്ധേശ്വരി. സകല സിദ്ധികളുടെയും ഈശ്വരിയായിട്ടുള്ളവൾ. സിദ്ധികളുള്ളവർക്ക് അധീശ്വരിയായവൾ എന്നും വിളിക്കാം. 24 സിദ്ധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അനിമ, ശരീരം ഒരു കണികയോളം ചെറുതാക്കാനുള്ള സിദ്ധിയാണ് അനിമ. 2 മഹിമ, പർവ്വത സദൃശ്യം ശരീരം വലുതാക്കാനുള്ള സിദ്ധി. 3 ലഘിമ, ഒരു തൂവൽ പോലെ ശരീരത്തിൻ്റെ ഭാരം കുറച്ച് പാറി നടക്കാൻ കഴിയുന്ന അവസ്ഥ. 4 വശിത്വം, പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. 5 അനുമിത്വ, വിശപ്പിനെയും ദാഹത്തെയും ജയിക്കാനുള്ള സിദ്ധി. 6 മനോജവ, നിമിഷവേഗത്തിൽ ചലിക്കാനുള്ള സിദ്ധി. 7 കാമരൂപ, ആഗ്രഹിക്കുന്ന രൂപം നേടാനുള്ള സിദ്ധി. 8 സ്വച്ഛന്ത മൃത്യു, മരണസമയം തിരഞ്ഞെടുക്കാനുള്ള സിദ്ധി. 9 അദ്വന്ദ്വത്വ, ചൂടും തണുപ്പും ഏൽക്കാതിരിക്കാനുള്ള സിദ്ധി. 10 പ്രാപ്തി, ബോധം കോൺഷ്യസ്നസ് ആണ് പ്രാപ്തി എന്ന സിദ്ധി. 11 പ്രാകാശം, പ്രപഞ്ചത്തിലെ എല്ലാ തലങ്ങളെയും കാണാനായിട്ട് സാധിക്കുക. 12 ദൂർശ്രവണ, ദൂരെയുള്ള ശബ്ദങ്ങൾ പോലും കേൾക്കാനുള്ള സിദ്ധി. 13 ദൂർദർശന, അനാദിയോളം വരുന്ന കാര്യങ്ങളും കാണാനുള്ള കഴിവ്. 14 ദേവകൃത ദർശന, ആത്മാവിനെ ദർശിക്കാനുള്ള സിദ്ധി. 15 യഥാസങ്കല്പ, ആഗ്രഹിച്ചതെല്ലാം നേടാനുള്ള സിദ്ധി. 16 ത്രികാലദർശിത്വ, ഭൂത ഭാവി വർത്തമാന കാലങ്ങളും കാണാനുള്ള കഴിവാണ് ത്രികാലദർശിത്വം. 17 യഥാകാമ വസ്തയിത്വ, ആഗ്രഹിക്കുന്നതെന്നും സൃഷ്ടിക്കാനുള്ള കഴിവ്. 18 പ്രകാമ്യ, പഞ്ചഭൂതങ്ങളാലുള്ള തടസ്സങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള സിദ്ധി. 19 ആഗ്നേയദിഷ്ടംബന, അഗ്നി, ജലം, വിഷം, വായു ഇവയ്ക്കുമേലുള്ള ജയമാണ് ആഗ്നേയദിഷ്ടംബന. 20 അപ്രതിഹതാഗതി, എവിടെയും എപ്പോഴും സഞ്ചരിക്കാനുള്ള സിദ്ധി. 21 വരകായ പ്രവേശം, മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കാനുള്ള കഴിവ്. 22 പരചിത്ത അഭിജ്ഞത, മറ്റൊരാളുടെ മനസ്സിലെന്താണ് മനസ്സ് വായിക്കാനുള്ള കഴിവ്. 23 അപരാജയ, എല്ലായ്പ്പോഴും ജയിക്കാനുള്ള സിദ്ധി. 24 ദൂരദർശിത, സർവ ദിവ്യശക്തികളും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും സംഹരിക്കാനുമുള്ള കഴിവൊഴിച്ച് മറ്റെല്ലാ ദിവ്യശക്തികളും ചേർന്നതാണ് ഈ ദൂരദർശിത. ഇതാണ് 24 സിദ്ധികളായി പറയുന്നത്. ഈ സിദ്ധികൾക്കെല്ലാം തന്നെ
അധിപതിയായ ശ്രീലളിത ത്രിപുരസുന്ദരി. അപ്രകാരമുള്ള ദേവിയെ സിദ്ധേശ്വരി എന്ന് വിളിക്കുന്നു. നാമം 472 സിദ്ധവിദ്യ. പഞ്ചദശി മന്ത്രത്തെയാണ് സിദ്ധവിദ്യയായിട്ടും ശ്രീവിദ്യയായിട്ടും പറയുന്നത്. ആഗ്രഹിച്ചതെന്തും തരാനായിട്ട് പഞ്ചദശി മന്ത്രത്തിന് 15 സിലബിൾസ് ഉള്ള ഈ മന്ത്രത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ മന്ത്രം തന്നെ സ്വരൂപമാക്കിയ ദേവിയെ സിദ്ധവിദ്യാ സ്വരൂപിണി എന്ന് വിളിക്കുന്നു. ആത്മീയമായി ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന ഏറ്റവും മഹത്തരമായ അറിവായിട്ടാണ് സിദ്ധവിദ്യയെ കാണുന്നത്. ആ സിദ്ധവിദ്യാ സ്വരൂപിണിയായ ശ്രീലളിത ത്രിപുരസുന്ദരി. നാമം 473 സിദ്ധമാത. എല്ലാ സിദ്ധികളുടെയും അമ്മയായവൾ, സിദ്ധന്മാർക്കും മാതാവായവൾ. ഉയർന്ന ഭൗതിക തലമുള്ള വ്യക്തികൾ ആളുകളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കില്ല. അവർക്ക് ഈ സാധാരണ ലോകത്തിലുള്ള ബന്ധങ്ങൾ കുറവായിരിക്കും. അവരുടെ എല്ലാം അമ്മയായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ട മാനസികവും ശാരീരികവുമായ പോഷണം നൽകി വർത്തിക്കുന്നവൾ സിദ്ധമാതാവായിട്ടുള്ള ദേവി ലളിതാംബിക. നാമം 474 യശസ്വിനി. ഈ 14 ലോകങ്ങളിലും കീർത്തികേട്ട കേളികേട്ട ദേവി ലളിതാംബിക. ഏറെ പ്രശസ്തിയുള്ള യശസ്സുള്ള ദേവി ലളിതാംബിക. 475 നാമമാണ് വിശുദ്ധ ചക്രനിലയ. കണ്ഠത്തിലുള്ള ചക്രമാണ് വിശുദ്ധ ചക്രം. ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട് എന്ന് നമ്മൾ പറയണ്ടായി. അതിൽ കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് വിശുദ്ധ ചക്രം. ആ വിശുദ്ധ ചക്രത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ദേവി ലളിതാംബിക. നല്ല ആശയവിനിമയത്തിനും ബെറ്റർ സെൽഫ് എക്സ്പ്രഷനും വിശുദ്ധ ചക്രത്തെ പ്രവർത്തിപ്പിച്ച് കുണ്ടലിനി ശക്തി വിശുദ്ധ ചക്രത്തിലേക്ക് ആവാഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് താന്ത്രിക യോഗയിൽ പറയുന്നത്. സത്യം പറയാനുള്ള കഴിവ് നൽകലാണ് വിശുദ്ധ ചക്രത്തിൽ ഇരുന്നുകൊണ്ട് ദേവി ലളിതാംബിക നമുക്ക് നൽകുന്നത്. അങ്ങനെയുള്ള ദേവി വിശുദ്ധ ചക്രനിലയ എന്ന ദേവിയെ വിളിക്കുന്നു. ഇനി വരുന്ന നാമങ്ങളെല്ലാം തന്നെ ശരീരത്തിലെ ഈ 7 ചക്രങ്ങളിൽ വിവിധ രൂപത്തിലിരുന്നുകൊണ്ട് ദേവി ചെയ്യുന്ന വിവിധ കാര്യങ്ങളെ വർണ്ണിക്കലാണ്. അപ്പോൾ ശരീരത്തിലെ 7 ചക്രങ്ങൾക്കും 7 അധിപതിമാരുണ്ട്. 7 ദേവിമാരാണ്. 7 പേരുകളിൽ അറിയപ്പെടുന്ന 7 ദേവിമാരും ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 7 ഭാവങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 7 ദേവിമാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് മൂലാധാര ചക്രം അല്ലെങ്കിൽ റൂട്ട് ചക്ര. ഇത് നട്ടലിൻ്റെ അവസാനമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഈ മൂലാധാര ചക്രത്തിൻ്റെ അധീശ്വരിയാണ് സാകിനി. ഭൂമിദേവിയോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ദേവിയാണ് ദേവി സാകിനി. ദേവിക്ക് 5 മുഖങ്ങളുണ്ട്. സുവർണ നിറമാണ് ദേവിക്കുള്ളത്. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സന്തുലിതാവസ്ഥയിൽ എത്തിക്കലാണ് ദേവിയുടെ ഉദ്ദേശം. സയാറ്റിക് നെർവിൻ്റെ കംപ്ലയിൻസും നാഡീവ്യവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മൂലാധാര ചക്രമാണ്. അതിൻ്റെ അധീശ്വരിയായിട്ടുള്ള സാകിനി ദേവിയാണ്. 2 സ്വാധിഷ്ഠാന ചക്രം, സേക്രൽ ചക്ര. അടിവയറ്റിലാണ് ഇതിൻ്റെ സ്ഥാനം. ഇതിൻ്റെ അധീശ്വരിയാണ് കാകിനി ദേവി. സമുദ്രം, മിന്നൽ പിണർ എന്നിവയുടെയൊക്കെ ശക്തി ആവാഹിച്ചിട്ടുള്ള സാകിനി ദേവി. ദേവിക്ക് 4 മുഖങ്ങളുണ്ട്. തേനിൻ്റെ നിറമാണ് ദേവിക്ക്. ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നൽകലാണ് സാകിനിയുടെ ഉത്തരവാദിത്തം. 3 മണിപൂര ചക്രം, സോളാർ പ്ലക്സസ്. പൊക്കിളിന് മുകളിൽ റിബ് കേജിന് താഴെയായിട്ടാണ് മണിപൂര ചക്രത്തിൻ്റെ സ്ഥാനം. ഇതിൻ്റെ അധീശ്വരിയാണ് ലാഗിനി ദേവി. ദേവിക്ക് 3 മുഖങ്ങളാണുള്ളത്. ദേവി അരുണവർണ്ണത്തിൽ അരുളുന്നവളാണ്. ദേവിക്ക് ശർക്കര ചേർത്ത ചോറാണ് ഏറ്റവും പ്രിയം. അഗ്നിയോട് ചേർന്നിരിക്കുന്ന ശക്തിയാണ് ലാഗിനി ദേവിക്കുള്ളത്. നമ്മുടെ ആത്മബോധം, ആത്മവിശ്വാസം എന്നിവയുടെ അധീശ്വരിയാണ് ലാഗിനി ദേവി. 4 അനാഹത ചക്രം അല്ലെങ്കിൽ ഹാർട്ട് ചക്ര. ഹൃദയഭാഗത്താണ് ഇതിൻ്റെ സ്ഥാനം. അധീശ്വരിയാണ് രാഗിനി ദേവി. സൂര്യൻ്റെ ശക്തിയാണ് ദേവിക്കുള്ളത്. ധീരത തരുന്നവൾ, നമ്മളിൽ സഹാനുഭൂതിയും സ്നേഹവും നിറയ്ക്കുന്നവളാണ് രാഗിനി ദേവി. 5 വിശുദ്ധ ചക്രം അല്ലെങ്കിൽ ത്രോട്ട് ചക്ര. കണ്ഠത്തിലാണ് ഇതിന് സ്ഥാനം. ഇതിൻ്റെ അധീശ്വരിയാണ് ഡാഗിനി ദേവി.
ദേവിക്ക് 3 കണ്ണുകളുണ്ട്, ഒരു മുഖമാണുള്ളത്. ദേവി രക്തവർണ്ണമുള്ളവളാണ്. ദേവി ആകാശത്തോടും വിശിഷ്ട സസ്യങ്ങളോടും ചേർന്നിരിക്കുന്നവളാണ്. രോഗപ്രതിരോധ ശക്തി നൽകാൻ ശേഷിയുള്ള ദേവിയാണ് ഡാകിനി ദേവി. നല്ല വാക്ക് ഓതുവാനുള്ള ത്രാണി നമുക്ക് നൽകുന്നത് കണ്ഠത്തിലിരിക്കുന്ന ഡാകിനി ദേവിയാണ്. 6ാമതായിട്ട് ആഗ്നേയ ചക്രമാണ്. തേർഡ് ഐ ചക്ര നമ്മുടെ ഭ്രൂമധ്യത്തിൽ പുരികങ്ങളുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ ആഗ്നേയ ചക്ര. ആഗ്നേയ ചക്രത്തിൻ്റെ അധിപതിയാണ് ഹാഗിനി ദേവി. ജ്ഞാനോദയത്തിൻ്റെ കേന്ദ്രമാണ് ആഗ്നേയ ചക്രം. ഹംസത്തെ പോലെ പാലിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുന്ന ഹംസത്തെ പോലെ തെറ്റിനെയും ശരിയെയും വിവേചിച്ചറിയാൻ സഹായിക്കുന്നവളാണ് ഹാഗിനി ദേവി. ആത്മീയമായി ഉയരാൻ സഹായിക്കുന്ന ദേവിയാണ് ഹാഗിനി ദേവി. 7ാമത്തെ ചക്രം സഹസ്രാര ചക്രം അല്ലെങ്കിൽ കറൗൺ ചക്രയാണ്. ഇത് ശിരസിലാണ് ഇതിന് സ്ഥാനം. ബ്രഹ്മാനന്ദത്തിൻ്റെ കേന്ദ്രമായി പറയുന്നത് സഹസ്രാര ചക്രത്തെയാണ്. ഇതിന് അധീശ്വരിയാണ് യാഗിനി ദേവി. യാഗിനി ദേവിക്ക് ഓരോ ദിക്കിലേക്കും തിരിഞ്ഞിരിക്കുന്ന വിധത്തിലുള്ള മുഖങ്ങളും കൈ നിറയെ ആയുധങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത്. ഭൗതികമായി ഉയർച്ച നേടാനും കർമ്മബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടാനുമായിട്ട് സഹസ്രാര ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തിയെ എത്തിക്കണം എന്നാണ് താന്ത്രിക വിധിയിൽ പറയുന്നത്. 475 വിശുദ്ധി ചക്രനിലയ എന്ന നാമത്തിന് ശേഷം വരുന്ന നാമങ്ങളിനി എങ്ങനെ സാഗിനി ദേവിയായും കാഗിനിയായും ലാഗിനിയായും രാഗിനിയായും ഡാഗിനി ഹാഗിനി യാഗിനികമാരായി ദേവി ലളിതാംബിക നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, അപ്രകാരം ദേവിയെ എങ്ങനെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ നോക്കാം. നന്ദി.